ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നാളെയും മറ്റന്നാളൊക്കെ ഏട്ടന് ലീവാണ്. ഇന്ന് ഏട്ടന് ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും വൈകിട്ട് നമ്മൾ പുറത്ത് പോകണമെന്നൊന്നും വിചാരിച്ചായിരുന്നില്ല. പക്ഷേ ഏട്ടൻ ഇങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞു, വാ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാനേ. ഞങ്ങളിപ്പോൾ മക്കോടേക്കാട്ടോ പോകുന്നത്, TCPയിലോട്ടാണ് പോകുന്നത്. TCPന്ന് മക്കോടാന്ന് അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. എനിക്കറിയില്ല, കുറേ പേരുകളുണ്ട് ആ ഒരു സ്ഥലത്തിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പിൻ്റെ ഉൾഭാഗം കേട്ടോ. ഇനി അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാലും ഒരു 2-3 കിലോമീറ്റർ നമ്മുടെ ക്യാമ്പിൻ്റെ ഏരിയയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു നീളത്തിൽ മാത്രമല്ല, നല്ല ഏക്കർ കണക്കിലാട്ടോ നമ്മുടെ ഈ ഒരു ക്യാമ്പ് ഇരിക്കുന്നത്. നല്ല വലിയൊരു ക്യാമ്പാണ്. അതുപോലെ ഇവിടെ വെച്ചിട്ടാണ് അധികവും നമ്മുടെ എന്താ പറയുക BSFൻ്റെ സെലക്ഷനും അതുപോലെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം നടക്കാറുള്ളത് ഇവിടെയാണ്. സത്യത്തിൽ ഞങ്ങളിപ്പോൾ എന്തിനാണ് മക്കോടേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. കാരണം ഏട്ടൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ മിണ്ടാതെ കയറി ഇരുന്ന് പോകുന്നതേ ഉള്ളൂ. കാരണം എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും മേടിക്കാനൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, വേറെ വൈബായിരിക്കുമല്ലോ. നമ്മളെപ്പോഴും ഈ വീടിനകത്ത് ഇങ്ങനെയും മിണ്ടാതിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും മൈൻഡും ഒക്കെ കണ്ട് മാറിക്കിട്ടും കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഇപ്പം മൂഡ് ഓഫൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ മൂഡ് ചേഞ്ച് ആവും കേട്ടോ. നല്ലൊരു മൂഡൊക്കെ വരും. കാരണം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയ ആൾക്കാരെയും മനുഷ്യന്മാരെയും കാണുമ്പോൾ തന്നെ ഇല്ലേ, നമ്മുടെ മനസ്സിൻ്റെ പകുതി അസുഖവും അതുപോലെ വയ്യായികയും എല്ലാം മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂഡ് ഓഫൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ പകുതി അസുഖമൊക്കെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം നമ്മളത് ഒരു ഭാഗത്ത് ഇങ്ങനെയും മിണ്ടാതിരിക്കുന്നു, വീടിനകത്ത് ആരും മിണ്ടാനും സംസാരിക്കാനും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാട്ടോ നമ്മുടെ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ വരുന്നത്, നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുന്നതൊക്കെ. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഫ്രീ ആണ്. നമുക്ക് എന്താ പറയുക, കാണാനും അതുപോലെ പറയാനും അറിയാനും ഒക്കെ ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ നമുക്ക് ഒന്നും ചിന്തിക്കാനില്ല. അപ്പോൾ നമ്മുടെ കണ്ണിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന എന്താണോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ രീതി. പക്ഷേ ഞാനിങ്ങനെ ഏട്ടൻ പുറത്തോട്ട് പോവാമെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വേഗം ചാടിക്കയറി ഇരുന്ന് പോവാറുണ്ട്. കാരണം പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓക്കെ ആവാറുണ്ട് കേട്ടോ എൻ്റെ മൈൻഡൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മക്കോട മാർക്കറ്റ്, TCP എന്ന് പറയും. നമ്മൾ ഷോർട്ടായിട്ട് TCP എന്നൊക്കെയാണ് കേട്ടോ ആൾക്കാർ പറയുന്നത് കേൾക്കാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ്. ഈ ഒരു മാർക്കറ്റിൽ എവിടെ നോക്കിയാലും പശുക്കളായിരിക്കും കേട്ടോ. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ മൊത്തമില്ലേ ദൈവത്തിന് കൊടുക്കുന്ന അതേ റെസ്പെക്റ്റ് പശുക്കൾക്കും കൊടുക്കാറുണ്ട് കേട്ടോ. പശുക്കളെയൊന്നും അങ്ങനെ കെട്ടിയിടാറൊന്നുമില്ല ഇവിടെ. അതുമാത്രമല്ല, ഇവിടെ എല്ലാ വീട്ടിലും ഇങ്ങനെ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ആരും കെട്ടിയിടുകയൊന്നുമില്ല. പക്ഷേ സമയമാകുമ്പോൾ പശുക്കളെ പാല് ഇറക്കാനും വേണ്ടിയിട്ട് കൂട്ടിയിട്ട് പോകും. പിന്നെ ഇവിടെ പശുക്കൾക്കുള്ള ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും എല്ലാ പശുക്കൾക്കുള്ള ഭക്ഷണം കൊടുക്കാറുണ്ട് കേട്ടോ. അതായത് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടിയാണല്ലോ ഉണ്ടാക്കുക. പശുക്കൾക്കെല്ലാം ഇതുപോലെ റൊട്ടി തന്നെ ആയിരിക്കും കൊടുക്കുക. കാരണം ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ 2-3 എക്സ്ട്രാ ഉണ്ടാക്കി, 2-3 അല്ല, മീൻസ് ചിലവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് പശുക്കൾക്കൊക്കെ കൊടുക്കുന്നത് കാണാം. ഡെയിലി ഓരോ വീട്ടിലിങ്ങനെ ഓരോ പശുക്കൾ പോയി നിൽക്കുന്നത് കാണാം. വിശക്കുമ്പം ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾ നേരെ പോയിട്ട് ഏതെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം കൊണ്ടുവന്ന് ആ വീട്ടുകാർ കൊടുക്കും കേട്ടോ. അതിപ്പോൾ എന്ന് വെച്ചാൽ ആ പശു വളർത്തുന്ന ആ വീട്ടുകാർ തന്നെ ആവണമെന്നൊന്നുമില്ല. പക്ഷേ എല്ലാവരും കൊടുക്കാറുണ്ട് കേട്ടോ. ഏത് വീട്ടിലാണോ ആ പശു പോയി നിൽക്കുന്നത് ആ വീട്ടുകാരെ കൊടുക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് വെച്ചാൽ. അത് മാത്രമല്ല, ഇവിടെ ഏതൊക്കെയൊക്കെയോ മാസങ്ങളിലെ പശുക്കളെ പൂജിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അവർക്ക് ഭക്ഷണം കൊണ്ടുപോയിട്ട് കൊടുക്കുക, അതുപോലെ നെറ്റിയിൽ കുറി തൊട്ട് കൊടുക്കും, അങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്യും. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി മോന് ടോയ് മേടിക്കാനും വേണ്ടി കയറിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇഷ്ടം പോലെ പശുക്കളെ നമ്മുടെ മാർക്കറ്റിൻ്റെ ചുറ്റും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പശുക്കളാണെങ്കിൽ ഒരാടി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. വണ്ടിക്കൊക്കെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ട് അവർ ഹോൺ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ പശുക്കളാണെങ്കിൽ നിന്ന് അവിടെ നിന്ന് മാറുന്നില്ല കേട്ടോ. ഇഷ്ടം പോലെ പശുക്കളുണ്ട്. ഇവിടുത്തെ പശുക്കൾക്കൊന്നും നമ്മുടെ നാട്ടിലത്തെ പോലെ പശുക്കളെ പോലെയുള്ള പേടിയൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിലത്തെ പശുക്കളാണെങ്കിൽ മനുഷ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓടും. കാരണം അവരെ പരിപാലിക്കുന്ന അവരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവർ നിൽക്കുകയുള്ളൂ. ബാക്കിയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പശുക്കൾ അങ്ങനെ എന്താ പറയുക, മൈൻഡ് പോലും ചെയ്യില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഫ്രണ്ടിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ ഒരു മൈൻഡും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾ കാരണം ഒത്തിരി ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പശുക്കൾ കാരണമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആക്സിഡൻറ്റ് നടക്കാറുള്ളത് തന്നെ. പക്ഷേ പശുക്കളെ ആക്സിഡൻ്റ് ആക്കിയിട്ട് എന്തെങ്കിലും പശുക്കൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലേ നമ്മൾ പശുക്കൾക്ക് എന്ന് വെച്ചാൽ ആ ഒരു വീട്ടുകാർക്ക് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരാറുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ അടുത്ത് പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കടയ്ക്കാട്ടോ. ഇവിടെ മീനും ഇറച്ചിയും അതുപോലെ ബീഫും മട്ടനും ഒന്നും കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല.
നമുക്ക് ഇതുപോലെ എന്തെങ്കിലും മാർക്കറ്റുകൾ തൊട്ടടുത്തുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഒരു മീൻകടയോ അതുപോലെ ഇറച്ചിക്കടയോ ആയിട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ ക്യാമ്പിൻ്റെയൊക്കെ ഏരിയ ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അത് മാത്രമല്ല മീറ്റ് കഴിക്കുന്നവരുണ്ടാവും, കഴിക്കാത്തവരുണ്ടാവും. MP-യിൽ അധികം ആരും മീറ്റൊന്നും കഴിക്കാറില്ല. പക്ഷേ എന്നാൽ പോലും മീൻസ് ഇതൊക്കെ ബിസിനസ് അല്ലേ. അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ എന്തായാലും ഇതുപോലുള്ള എന്താ പറയുക നല്ല ക്യാമ്പിൻ്റെ ഏരിയ ആയതുകൊണ്ട് എന്തായാലും ഇങ്ങനത്തെയൊക്കെ കടകൾ ഉറപ്പായിട്ടും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ആ മീനൊക്കെ മേടിച്ചു. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് അങ്ങനെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല എന്ത് മേടിക്കണമെന്ന്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തായാലും സൺഡേ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് മീൻ മേടിക്കാൻ വേണ്ടി ഇതാ മീൻ മേടിച്ചു കേട്ടോ. അപ്പം ഞാൻ മീൻകറി വയ്ക്കാൻ എന്തായാലും കുറച്ച് സമയമാകും, കാരണം മീൻകറി വയ്ക്കുന്ന ഏട്ടനാണ്. അപ്പോൾ അതാ ഞാൻ കുറച്ച് പെട്ടെന്ന് ഗോതമ്പിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഗോതമ്പിൻ്റെ ഉപ്മാവ് മോനും എല്ലാവർക്കും ഇഷ്ടമാണ്. മോനും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊന്നും അവനൊന്നും ഇഷ്ടമായിരുന്നില്ല, അപ്പോൾ അവനും അതൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാ ഏട്ടന് ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് പെട്ടെന്ന് ഉള്ളിയൊക്കെ തോല് കളഞ്ഞ് വേഗം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഏട്ടനാട്ടോ മീൻകറി ഉണ്ടാക്കുക, അതുകൊണ്ട് തന്നെ ഏട്ടന് വേണ്ടിയുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഞാൻ കുറച്ച് എന്താ പറയുക വെളുത്തുള്ളിയും കൂടെ തോല് കളഞ്ഞ് ചെത്തി വെച്ചിട്ടുണ്ട്. പിന്നെ മീനൊക്കെ ഏട്ടൻ കഴുകിക്കോളൂ കേട്ടോ, കാരണം അതിനകത്ത് അധികം അഴുക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏട്ടൻ പെട്ടെന്ന് കഴുകി എടുത്തോളും. പിന്നെ ഞാൻ മീൻകറി വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റാവില്ല. ഏട്ടൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഏട്ടൻ വെക്കുന്ന സ്റ്റൈലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കും, മൂപ്പിച്ചെടുക്കും. എന്നിട്ട് അതിനകത്തോട്ടും ആ ഒരു എന്താ പറയുക സ്മെല്ലൊക്കെ മാറി വരുമ്പോഴല്ലേ ഈ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്തോട്ട് അത് വഴണ്ടി വന്ന സമയത്ത് നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഓയിൽ, അതുപോലെ ഉലുവ, അതുപോലെ തന്നെ എന്താ മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുകയെ. എന്നിട്ട് അതിനകത്തോട്ട് എന്താ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും തോന്നുന്നു, ചൂടുവെള്ളം. എനിക്ക് അങ്ങനെ എന്താ പറയുക ഏട്ടൻ അങ്ങനെ എന്നെ കാണാൻ സമ്മതിക്കാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഏട്ടൻ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എന്നെ അങ്ങനെ കിച്ചണിലോട്ട് കയറ്റാറില്ല, കാരണം ഏട്ടനെ ഡിസ്റ്റർബൻസ് ആവുമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ കയറ്റാറില്ല കേട്ടോ. ഇതിപ്പോൾ കറി വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവുകയും നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും. കാരണം ആ ഒരു മുളകും പുളിയൊക്കെ പിടിച്ചിട്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ഒരു മീൻകറിക്ക് നല്ല എന്താ പറയുക ഒരു സ്പെഷ്യൽ വൈബായിരിക്കും ഏട്ടൻ്റെ ആ ഒരു മീൻകറി മാത്രമല്ല ഏട്ടൻ മൊത്തത്തിൽ മീറ്റൊക്കെ വെക്കാൻ ഏട്ടനാട്ടോ നന്നായിട്ട് അറിയാം. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മീറ്റൊന്നും വെച്ച് പരിചയമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മോനിതാ അവിടെ എന്താ പറയുക ക്ലേ കൊണ്ടിട്ട് എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ക്ലേ ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലേ കൊണ്ട് അവൻ എന്താ പാവയൊക്കെ ഉണ്ടാക്കി കളിക്കും കേട്ടോ. പാവയല്ല എന്താ പറയുക ഡോളൊക്കെ ഉണ്ടാക്കുകയാണ്. അച്ഛനാണ്, അമ്മയാണ്, കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അവൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ. നമുക്കറിയില്ല കുട്ടിയുടെ മനസ്സിൽ ഇത്രയും ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അവനിങ്ങനെ ഓരോന്ന് ചെയ്യുവാണ്. അപ്പോൾ ഇതാ ഇഷ്ടം പോലെ ക്ലേ ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച വൈകിട്ടുള്ള വീഡിയോ കേട്ടോ. ഇത് ശനിയാഴ്ച വൈകിട്ട് ഏട്ടൻ ഉച്ചയ്ക്ക് ശേഷം ഒഴിവായിരുന്നു, അപ്പോഴായിരുന്നു ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം നാളേക്ക് എന്തായാലും കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പം നാളത്തെ വീഡിയോ ഞാൻ എടുക്കില്ലായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിരിക്കും എന്തായാലും ഇടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് നാളേക്ക് ഇടാനുള്ളൊരു വീഡിയോ ആയി എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം നാളെ ഇനിയിപ്പം സൺഡേ ഒക്കെ ആയതുകൊണ്ട് എന്തായാലും വൈകിട്ടൊക്കെ ആയിരിക്കും എണീക്കുക. അതുപോലെ കുക്കിങ്ങൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. ഇനിയിപ്പം പുട്ടുണ്ടാക്കും രാവിലെ എണീറ്റിട്ട്, പിന്നെ മീൻകറിയും. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നെന്തായാലും രാത്രിക്ക് ഉപ്മാവും മീൻകറിയും കൂടെ അത്രയ്ക്ക് സെറ്റാവില്ല. പക്ഷേ എന്നാലും ഏട്ടൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നാളേക്ക് അതെന്തായാലും കറി സെറ്റാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്നും അറിയില്ല. അപ്പോൾ ആ ഏട്ടൻ ഇവിടെ കറിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഏട്ടൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അടുക്കളയിൽ അങ്ങനെ പോവില്ല, കാരണം എന്തെങ്കിലും എടുത്തു കൊടുക്കാനുണ്ടെങ്കിൽ പോകുന്നല്ലാണ്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഏട്ടന് ഇഷ്ടമാവില്ല കേട്ടോ. അപ്പോൾ അടുക്കളയിൽ കയറിയിട്ട് അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇൻട്രോ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു ബായൊക്കെ പറയാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു കേട്ടോ നല്ലൊരു മഴ. അപ്പോൾ എന്തായാലും ഈ ഒരു മഴയൊക്കെ ആസ്വദിച്ച് കുറേ നേരം ഞാനിവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇനി ഞാൻ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ ബായ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി.